ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമ്മുടെ ഹലോ മലയാളത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് PV അൻവറാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ശ്രീ PV അൻവർ, ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിയുന്ന സമയമാവുന്നേ ഉള്ളൂ. മണി 8 ഉള്ളൂ. 8:30. ഓക്കെ. ശ്രീ PV അൻവർ, ഞാൻ അങ്ങേ എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ച ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അങ്ങയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നു, അതിനുശേഷം അങ്ങ് നിയമസഭയിലെത്തുന്നു, ചില അഴിമതി ആരോപണങ്ങൾ ഉയർത്തുന്നു, പിന്നീട് അത് മുന്നണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, മുന്നണി ഒപ്പമുണ്ടാകുമെന്നൊരു പ്രതീക്ഷ നൽകുന്നു, പിന്നീട് തള്ളിപ്പറയുന്നു, അവിടെ നിന്നും അഴിമതിക്കെതിരായ പോരാട്ടം എന്നുന്നയിച്ച് അങ്ങ് രാജിവെക്കുന്നു, പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നു, നിലമ്പൂരിൽ പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, UDF-ഉമായി ചർച്ചകൾ നടക്കുന്നു, അവിടെയും അങ്ങ് ഉന്നയിച്ച ചില ആവശ്യങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നില്ല, പിന്നീട് സ്വതന്ത്രനായി മത്സരിക്കുന്നു, അതുവരെ എത്തി നിൽക്കുന്നു കാര്യങ്ങളൊക്കെ. സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത്. ഈ ഇത്രയും ഘട്ടത്തിൽ ആ ഒരു സ്ട്രെസ്സിനെയൊക്കെ അങ്ങ് എങ്ങനെയാണ് അതിജീവിച്ചത്? അയ്യോ, സ്ട്രെസ് എന്ന് പറയുന്ന എന്താ പറയുക, വേർഡിൻ്റെ മീനിങ് തന്നെ എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്ട്രെസ് അനുഭവിച്ചിട്ടില്ല. സ്ട്രെസ് ഞാൻ ഏറ്റെടുക്കാറില്ല. ഒരു കാര്യം ഞാൻ തലയിൽ ഭാരമായി സൂക്ഷിക്കാറില്ല. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യും, പറയേണ്ടത് പറയും, സത്യമെന്ന് തോന്നുന്ന പാതയിലൂടെ സഞ്ചരിക്കും. അത് എൻ്റെ ഒരു പൊളിറ്റിക്കൽ ലൈഫ് നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഞാൻ ഒരിക്കലും ഒഴുക്കിന് അനുകൂലമായിട്ട് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് നീന്താൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ മൊത്തം കരിയറിൽ ഒഴുക്കിനെതിരെ നീന്തിയിട്ടേ ഉള്ളൂ, എല്ലാ കാലത്തും. അതുകൊണ്ടത് ലൈഫിൽ ശീലമായ ഒരു കാര്യമാണ്. പിന്നെ മോഹങ്ങളുള്ളവർക്കാണ് ബേജാറാവേണ്ടത്. എനിക്ക് അത്തരത്തിലുള്ള ഒരു മോഹം, നാളെ മന്ത്രിയാവണം, MLA ആവണം. ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പലരും, നിങ്ങളൊക്കെ പോലെയുള്ളവർ ചർച്ച ചെയ്യുന്നു അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താവും, അൻവർ എന്തായിപ്പോകും, അൻവർ തീർന്നു, അൻവർ വെടി തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വാക്കുകൾ ഞാൻ കേൾക്കുമ്പം ചിരിക്കുക ചെയ്യാം. ഇതൊന്നുമില്ലെങ്കിൽ ഇവിടെ മനുഷ്യന്മാർ ജീവിക്കുന്നില്ലേ? 3.5 കോടി ജനങ്ങൾ, 140 ആളാണ് ആകെ MLA-മാരുള്ളത്. മറ്റു കോടാനും കോടി ജനങ്ങൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? അപ്പം അങ്ങനെ ഒരു ധാരണ പൊതുസമൂഹത്തിനുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിനല്ല, എസ്പെഷ്യലി പൊളിറ്റീഷ്യൻസിന്. എന്തായാലും MLA ആവണം, മന്ത്രി ആവണം, പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം, ഇതാണ് പൊളിറ്റിക്സിൽ അൾട്ടിമേറ്റ്. എന്നെ സംബന്ധിച്ച് പൊളിറ്റിക്സ് പണ്ട് മുതലേ നമ്മുടെ പാരമ്പര്യമായി എടുത്താൽ നമ്മുടെ കുടുംബ പശ്ചാത്തലമൊക്കെ അതൊരു സോഷ്യൽ വർക്കായിട്ടേ നമ്മൾ കണ്ടിട്ടുള്ളൂ. സോഷ്യൽ വർക്ക് നടത്താൻ അധികാരം ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ജനങ്ങളത് കൂടുതൽ സഹായിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊന്നും എന്നെ ഒരിക്കലും ബാധിച്ചിട്ടില്ല, നാളെ ബാധിക്കുന്ന വിഷയമല്ല. ശ്രീ PV അൻവർ, ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അത് ഭയങ്കര കിടിലമാണ്. കാരണം ഒത്തിരി പേർക്ക് ഭയങ്കര പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഈ വരുന്ന സംഭവങ്ങളെല്ലാം ഇത്രയും കൂളായിട്ട് എടുക്കുകയും ഞാൻ ഒഴുക്കിനൊപ്പം അങ്ങ് നീന്തി പോകുന്നെന്ന് പറയാനും സാധാരണ മനുഷ്യർക്കൊന്നും പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ഭയങ്കര പോസിറ്റിവിറ്റിയാണ് അങ്ങയുടെ ഈ ഒരു നിലപാട് തന്നെ. അത് അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ ഒരുപാട് കല്ലേറ് കൊണ്ടവനാണ് ഞാൻ. ഇപ്പോൾ 2016 ഞാൻ MLA ആയി വന്നതിന് ശേഷം എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ, അതൊക്കെ MLA ആകുന്നതിന് മുമ്പ് ഞാൻ കെട്ടിപ്പടുത്ത സ്ഥാപനങ്ങൾ, മറ്റു ടൂറിസം മേഖലകൾ, ഇതിനെതിരെയൊക്കെ എല്ലാം കള്ളപ്പരാതിയും കള്ളപ്പതിനും ഓരോന്നായി ഹൈക്കോടതിയിൽ നിന്ന് ഞാൻ റിലീസ് ചെയ്ത് പോരുകയാണ്. പക്ഷെ ഞാനതിനെ മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ എപ്പോഴും എനിക്ക് എതിരെ എറിയുന്ന ഓരോ കല്ലുകളും അത് എടുത്ത് സൂക്ഷിച്ച് വെച്ച് ആ കല്ലുപയോഗിച്ച് എൻ്റെ അടിത്തറ എന്താ പറയുക, ബേസ്മെൻറ്റ് ശക്തിപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചത്. ഇപ്പോഴും അതാണ്. ശ്രീ PV അൻവർ, നിലമ്പൂരിൽ അങ്ങ് മത്സരിച്ചു, 20,000-ഓളം വോട്ടുകൾ ലഭിച്ചു. ഇത് ഇപ്പോൾ നോക്കുമ്പോൾ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ രണ്ടാഴ്ചകൾ പിന്നിടുമ്പോൾ ആ ലഭിച്ച വോട്ട് കുറവാണോ കൂടുതലാണോ? അങ്ങക്ക് എന്താ തോന്നുന്നത്? അല്ല, ആ ലഭിച്ച വോട്ട് കുറവാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതൊരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, ഈ 139 MLA-മാരും അതിൽപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ മുഴുവൻ MP-മാർ, അന്യസംസ്ഥാന മന്ത്രിമാർ, അന്യസംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേരളത്തിലെ മുഴുവൻ കോർപ്പറേഷൻ, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, 10 വോട്ടിന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് ചാർജ് കൊടുത്ത് ആ രീതിയിൽ 2 വിഭാഗവും വരിഞ്ഞ് മുറുക്കിയെടുത്തുനിന്നാണ് ഇത്രയും വോട്ട് വരുന്നത്. ഒരു ഉപതെരഞ്ഞെടുപ്പായാലും ആരാ ഉണ്ടാവുക? ഒരു ഭാഗത്ത് ഷൗക്കത്ത് ഉണ്ടാവും, ഒരു ഭാഗത്ത് സ്വരാജ് ഉണ്ടാവും, ഒരു ഭാഗത്ത് ഞാനും ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ പറയപ്പെട്ടവർക്കൊന്നും അങ്ങോട്ട് വരാൻ കഴിയില്ലല്ലോ. ഇനിയിപ്പോൾ 5-8 മാസം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവല്ലേ. അപ്പോൾ ഇതൊക്കെ കാണാൻ പോകുന്ന പൂരമാണ്. അപ്പോൾ അതിൽ ആ വോട്ട് നല്ല വോട്ടായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ജനങ്ങൾ അത്രയും വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് ഞാൻ പറയുന്ന പൊളിറ്റിക്സ്
കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നത് തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ എന്താ പറയുക, ഒരു മുന്നണിയിലേക്കും പോവാതെ നമ്മളുമായി സഹകരിക്കുന്ന പ്രാദേശികമായിട്ടുള്ള അലയൻസുമായിട്ട് ഈ 22,000-ഓളം വാർഡ് വരുന്നുണ്ട് മൊത്തത്തിൽ കേരളത്തിൽ. അവിടെ 22,000-ൽ മത്സരിക്കാൻ പറ്റുമെന്ന് നോക്കും ഞാൻ. അതിനുള്ള പണിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശ്രീ പി വി അൻവർ, അങ്ങ് തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പലരുടെയും ഒരു സംശയമാണ്, അല്ലെങ്കിൽ പലരും ഇപ്പോഴും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഇനി പി വി അൻവറിന്റെ ഭാവി, എന്താണ് പി വി അൻവറിന്റെ അടുത്ത രാഷ്ട്രീയം, ഇനി ഒരു മുന്നണി പ്രവേശനം ഉണ്ടാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ UDF-ഉമായുള്ള ചർച്ചകളിലേക്ക് ഒരു സ്റ്റാറ്റസ് എന്താണ് ശ്രീ പി വി അൻവർ? കാരണം ഇപ്പം കേരളത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമല്ലാതെ നിൽക്കാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് കഴിയാത്തത്? എന്താ അങ്ങനെ ഒരു ധാരണ? ആ ധാരണ തിരുത്താൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ, ജനങ്ങളെ കൂട്ടിയിട്ട്. അങ്ങനെയൊന്നും ആരും എന്താ പറയുക, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ എന്താ പറയുക അപ്പോസ്തലന്മാർ നമ്മളാണ്, ഹോൾസെയിൽ ഡീലേഴ്സ് നമ്മളാണ്, നമ്മൾ വിചാരിക്കുന്നിടത്ത് അപ്പുറം ഒന്നും പോകില്ല എന്ന് പറയാം. ഒരു ചെമ്പ് ബിരിയാണിയിലേക്ക് എന്താ പറയുക, ഒരു തുള്ളി എന്താ പറയുക ചെറിയ ഒരു പോയ്സൺ ഉറ്റിയാൽ ഒരു ചെമ്പ് ബിരിയാണിയെ പോകും. അപ്പോൾ ഒരു തുള്ളി പോയ്സൺ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയാണ്. ഒരു ചെമ്പ് ബിരിയാണി കളയണമെങ്കിൽ ഒരു തുള്ളി ഈ പറയുന്ന പോലെ എന്തെങ്കിലും സാധനം മതി എന്ന് പറഞ്ഞതുപോലെ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത് ഇപ്പം ഇവരൊന്നും വിചാരിക്കുന്ന പോലെയല്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് തീർത്തും ജനകീയമാണ്, പ്രാദേശികമാണ്. എല്ലാ വാർഡുകളിലും എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ അതിൻ്റേതായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് പലപ്പോഴും ഭരണകക്ഷിയെ സമീപിക്കുമ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവരും ജനങ്ങളെ ജയിപ്പിച്ചു വന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവരും ഒന്നായി നിൽക്കുന്നു എന്ന പരാതി സംസ്ഥാനത്ത് ആകെ വ്യാപകമാണ്. ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല. ഞാൻ പറയുന്ന പൊളിറ്റിക്കൽ നെക്സസ് അതാണ്. ആ പൊളിറ്റിക്കൽ നെക്സസിനെതിരെ ചിന്തിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ലക്ഷോപലക്ഷം ആളുകൾ കേരളത്തിലുണ്ട്. അവരുടെ ഒരു കോർഡിനേഷനിലേക്ക് കാര്യങ്ങൾ പരമാവധി എത്തിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ പി വി അൻവർ, ഇപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അങ്ങയുമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട്, അങ്ങനെയാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോ അങ്ങനെ തന്നെയാണോ, അതോ അദ്ദേഹവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കാനായിട്ടുണ്ടോ? അല്ല, എനിക്കറിയില്ല എന്നുമായിട്ട് എന്താ പ്രശ്നം, ഞാൻ അദ്ദേഹമായിട്ട് എന്ത് വ്യക്തിപരമായിട്ട് എന്ത് പ്രശ്നമുള്ളത്. പൊളിറ്റിക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അതിലപ്പുറം അദ്ദേഹവുമായിട്ട് എനിക്ക് പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തിന് വലിയ പ്രശ്നം ഉണ്ടോയെന്നുള്ളത് അദ്ദേഹമല്ലേ പറയണ്ടേ, എനിക്കറിയില്ല. ഞാനതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഓക്കെ, ഈ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ലീഗിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പി വി അൻവറിന് ഒപ്പമുള്ള ഒരു തുറന്ന സമീപനമാണ്. കാരണം അത് നമുക്ക് നന്നായിട്ട് മനസ്സിലായത് ഇപ്പോൾ വിധി വന്ന ദിവസം, നിലമ്പൂരിൽ ജനവിധി വന്ന ആ ദിവസം അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ് പോലും നിർണായകമാണ്. കാരണം പി വി അൻവർ UDF-നൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിലും മികച്ച ഭൂരിപക്ഷത്തിൽ നമുക്ക് ജയിക്കാമായിരുന്നു. അപ്പോൾ ലീഗിന്റെയും ചെന്നിത്തല പോലെയുള്ള മുതിർന്ന നേതാക്കളുടെയും ഒക്കെ പ്രതികരണങ്ങളും ഈ അവരുടെ ഓരോരോ ഈ നയങ്ങളും ഒക്കെ അങ്ങേക്ക് കൂടുതൽ ഊർജം നൽകുന്നുണ്ടോ? അല്ല, എനിക്ക് ഊർജത്തിന് ഒരു കുറവില്ല. ഞാനൊരു സെൽഫ് എന്താ പിന്നെ എനർജൈസ് ചെയ്യുന്ന ഒരു പ്രകൃതിയാണ് എനിക്കുള്ളത്. ഞാൻ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എനർജൈസ് ചെയ്ത് മുന്നോട്ട് പോകാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലമ്പൂരിലെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്നവർക്ക് കൃത്യമായി മനസ്സിലാവും. ആ അനലൈസ് ചെയ്യുന്നവർ അതിനെക്കുറിച്ച് ഈ രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സൂചിക്കുന്ന പോലെ ചക്കട്ടപ്പം മുയൽ കിട്ടിയെന്ന് കരുതി എപ്പോഴും മുയൽ കിട്ടും എന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലെന്ന് എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പം നോക്കട്ടെ എന്ന്, ഇവരൊക്കെ വലിയ പരിണിത പ്രജ്ഞരായ ലീഡേഴ്സല്ലേ. വി വിൽ വെയിറ്റ് ആൻഡ് സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. യെസ്, അങ്ങേ പറഞ്ഞ പോലെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട MLA ഇപ്പം 7 മാസമോ 8 മാസമോ ഒക്കെ മാത്രമാണ് കാലാവധി. 2026 നമ്മൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ നിലമ്പൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം UDF-ന് കുറച്ച് എഡ്ജുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സർക്കാരിനെതിരായ ജനവിധി എന്ന് പൂർണ്ണമായും കരുതാൻ പറ്റുമോ ശ്രീ പി വി അൻവർ? അങ്ങനെയെങ്കിൽ 2026 ഇപ്പോൾ ഇടതുമുന്നണി ഒന്നടങ്കം വിലയിരുത്തുന്നത് ഭരണ തുടർച്ചയുണ്ടാകും, 3ാം സർക്കാർ വരും എന്നാണ് പറയപ്പെടുന്നത്. ഈ 2026 ഇടതുമുന്നണി കേരളത്തിൽ അടപടലം പരാജയപ്പെടുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജനവിധി മുന്നിൽ നിർത്തിക്കൊണ്ട്? അല്ല, ഞാൻ രാജിവെച്ചത് തന്നെ അതിനല്ലേ. ഒരു പ്രധാന റീസൺ രാജിവെക്കുന്നതിൻ്റെ ഈ ഫോറസ്റ്റ് അമെൻമെൻറ്റ് ബില്ലിനോടൊപ്പം ഞാൻ അന്ന് ഉയർത്തിയ വിഷയം, കേരളത്തിൽ 3ാമതും ഈ പറയുന്ന പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു എന്ന
ഒരു കള്ള നരേഷൻ കേരളത്തിൽ ഇടതുപക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വസ്തുതാവിരുദ്ധമാണ്. അത് വസ്തുതാവിരുദ്ധമാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടാവും നിലമ്പൂരിൽ വരാൻ പോകുന്നത് എന്ന് ഞാൻ രാജിവെച്ചെന്ന് പറഞ്ഞതാണ്. പിണറായിസത്തിൻ്റെ അവസാനത്തെ ആണി നിലമ്പൂരിൽ അടിക്കും എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ തന്നെ താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ എനിക്ക് കിട്ടിയ 20,000 വോട്ടും UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ 12,000 വോട്ടും എന്ന് പറഞ്ഞാൽ 32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായി. ഞാൻ അന്ന് പറഞ്ഞിരുന്നത്, ഞാൻ സൂചിപ്പിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ 30,000-ൻ്റെ പുറത്ത് വോട്ടിനും ജയിപ്പിക്കാമെന്ന് പറഞ്ഞ വോട്ട് ഇപ്പോൾ തന്നെ ആയി. ഈ 2 വോട്ടും, ഇത് സർക്കാർ വിരുദ്ധ വോട്ടാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന വോട്ടും UDF കിട്ടിയിരിക്കുന്ന വോട്ടും. ഞാൻ പേഴ്സണലായിട്ട് UDF ലീഡേഴ്സിനോടൊക്കെ പറഞ്ഞിരുന്നത്, ജോയ് മത്സരിക്കുകയാണെങ്കിൽ 40,000 തൊട്ട് 50,000-ലേക്ക് ഞാൻ എത്തിച്ചു തരാം, നിങ്ങൾ ആരും അങ്ങോട്ട് വരേണ്ടതില്ല, തെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ജനങ്ങളെ വെച്ച് ഞാൻ നടത്തിക്കോളാം എന്ന് പറഞ്ഞാണ്. അത് വസ്തുതയായിരുന്നു എന്നില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് തെളിയിക്കുന്നില്ലേ? അപ്പം ഈ റിസൾട്ട് എന്ന് പറയുന്നത് ആൻറ്റി പിണറായിയാണ്, ആൻറ്റി പിണറായിസമാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അതാണ് അതിൻ്റെ വസ്തുത. ശ്രീ പി വി അൻവർ കഴിഞ്ഞ 9 വർഷമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന നിലമ്പൂരിൻ്റെ പ്രിയപ്പെട്ട MLA ആയിരുന്നു താങ്കൾ. അപ്പോൾ ഈ നിലമ്പൂരിൽ ഒരു ഉപതിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അങ്ങ് മത്സരിക്കാൻ നിന്ന സമയത്തുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഇടതുപക്ഷ നേതാക്കളൊക്കെ രഹസ്യമായിട്ടെങ്കിലും അങ്ങേ വിളിക്കുകയോ പിന്തുണ അറിയിക്കുകയോ ഒക്കെ ചെയ്തിരുന്നോ? അതൊക്കെ പേഴ്സണൽ മാറ്റേഴ്സ് അല്ലേ. രഹസ്യം നമ്മളെങ്ങനെയാണ് പുറത്ത് പറയാം? അതൊക്കെ പ്യുവർലി പേഴ്സണലാണ്. ഞാനിപ്പോൾ പിണറായിസത്തിനെതിരെ പോരാട്ടം നടത്തുമ്പോൾ എത്ര CPM-ൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ എനിക്ക് പിന്തുണ അർപ്പിച്ചിരുന്നു. ഞാൻ ഒരാളുടെ പേര് പറഞ്ഞു. അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതല്ലേ. ഇവിടെ എന്നെക്കുറിച്ച് നിങ്ങളെപ്പോലെയുള്ളവരെന്താ പറയുന്നത്? ഒരു ഫോൺ കോള് ഞാൻ റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടു. SP സുജിത് ദാസ് 7 ദിവസം നിരന്തരമായി എന്നെ വിളിച്ച വിഷയങ്ങൾ എൻ്റെ വ്യക്തിപരമായ വിഷയമോ അല്ലെങ്കിൽ എനിക്ക് കച്ചവട താല്പര്യമുള്ള വിഷയമൊന്നുമല്ലല്ലോ. ഈ നാട് കുട്ടിച്ചോറാക്കിയ ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ നടത്തുന്ന ആ കാലുപിടുത്തം, ആ ഫോൺ കോൾ ഞാൻ പുറത്തു വിട്ടില്ലായിരുന്നെങ്കിൽ പൊതുസമൂഹം ഞാൻ ഈ പറഞ്ഞ കാര്യം വിശ്വസിക്കുമായിരുന്നു. അപ്പോൾ ഒരു പൊതുസമൂഹത്തിൻ്റെ പൊതുനന്മ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹവുമായി സംസാരിച്ച ചില ഫോൺ കോളുകളുടെ ഭാഗം കേരളത്തിലെ കാരണം മുഖ്യമന്ത്രി അടക്കം ഇത് പറഞ്ഞിട്ട് അനുസരിക്കാത്തൊരു ഘട്ടത്തിലാണ് ഈ കാര്യം ഞാൻ പുറത്തു വിടുന്നത്. അത് ഈ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പുറത്തു വിട്ടതാണ്. അതിപ്പോഴും നിങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതാ, വിശ്വസിക്കാൻ പറ്റില്ല, ഫോൺ കോൾ ചോർത്തും, ഇതല്ലേ മൊത്തത്തിലുള്ള ചർച്ച. അപ്പോൾ ഒരു നന്മയെപ്പോലും അത് തിന്മാത്മകമായി അവതരിപ്പിക്കുന്നതിലാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ മനസ്സിൽ നന്മ എന്ന് തോന്നുന്ന കാര്യം, ആ തീരുമാനമെടുത്ത് ഞാൻ മുന്നോട്ട് പോകും. ശ്രീ പി വി അൻവർ ഇപ്പോൾ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് MLA ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന സമയത്തും നിലമ്പൂർ UDF ആര്യാടൻ ഷൗക്കത്തിന് നൽകാൻ തന്നെയാണ് സാധ്യതയെന്ന് തോന്നുന്നു. അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ നിലനിർത്തിയാൽ ഈ പി വി അൻവർ ഏത് മണ്ഡലമായിരിക്കും ചൂസ് ചെയ്യുക? ഒപ്പം തന്നെ ഇനി UDF-ലേക്ക് അങ്ങ് എത്തുകയാണെങ്കിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ലല്ലോ അല്ലേ? അല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ ധാരണ MLA മന്ത്രിയാണ്. ഞാൻ ചിലപ്പോൾ ഇടവണ്ണ പഞ്ചായത്തിൽ വാർഡിൽ മത്സരിക്കും, ഒരു പഞ്ചായത്ത് മെമ്പറാകും. അതിനെന്താ കുഴപ്പം? എനിക്ക് കൊമ്പില്ലല്ലോ, ആദ്യം ഞാൻ കൊമ്പ് വെച്ചിട്ടില്ല. അപ്പോൾ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഷൗക്കത്ത് ഇപ്പോൾ MLA ആയിപ്പോൾ 9 മാസം ഉണ്ടല്ലോ, കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാന്നേ. ഈ ആര്യാടൻ ഷൗക്കത്തോട്ടുള്ള പിണക്കമൊക്കെ മാറിയോ? അതിപ്പോൾ താങ്കൾ തുടങ്ങി വെച്ച ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട് നിലമ്പൂരിൽ. ആ വികസന പ്രവർത്തനങ്ങളൊക്കെ തുടരാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിയുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അതൊക്കെ ഓരോരുത്തരുടെ കഴിവും ഇടപെടൽ ശേഷി അനുസരിച്ചാണ്. അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് കാണാം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത്. ആര്യാടൻ ഷൗക്കത്തോട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയായിരുന്നു, പിണക്കമൊക്കെ മാറിയായിരുന്നു ശ്രീ പി വി അൻവർ? അല്ല, പിണക്കൊന്നും മാറിയിട്ടില്ല. പിണക്കൊക്കെ അത്യാവശ്യം എപ്പോഴും കുറച്ചൊക്കെ ഉണ്ടല്ലോ, സ്വാഭാവികമല്ലേ. ഇപ്പോൾ പെട്ടെന്ന് മാറുമോ? അങ്ങനെ മാറാവുന്ന കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ 2 ബ്രദേഴ്സാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ 6-7 കേസുണ്ട്. ഇന്നലെ കേസുണ്ട്, മിനിയാന്ന് കേസുണ്ട്, ഇനി നാളെ ഉണ്ടെന്ന് തോന്നുന്നു. മനസ്സിലായി? ഇതൊക്കെ ആര് കൊടുക്കുന്ന കേസാണ്? അത് വേറെ കേസ്, നമുക്ക് നോക്കാം. അതങ്ങനെ പോട്ടെ. ഓക്കെ, ശ്രീ പി വി അൻവർ, അപ്പോൾ ഉടനെ ഒരു മുന്നണി പ്രവേശനമൊന്നും പി വി അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റ് മുന്നണി പ്രവേശനമൊന്നും പ്രതീക്ഷിക്കേണ്ട, അങ്ങനെയാണോ? അല്ല, നമ്മളിപ്പോൾ അതിന് നിൽക്കേണ്ട എന്നല്ലാണ് പൊതുധാരണയായിട്ടുള്ളത്. വെള്ളിയാഴ്ച ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്, കമ്മിറ്റിയിലാണ് തീരുമാനം ഉണ്ടാവുക.
ആലോചനകൾ നടക്കുന്ന അങ്ങനെയാണ്. ഇപ്പം ഇന്നലെ പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചല്ലോ, നമ്മൾ പരമാവധി നമ്മുടെ ആളുകളെ മത്സരിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുക, നമ്മളുമായി സഹകരിക്കുന്ന എല്ലാവരുമായി സഹകരിക്കുക, സമദൂര സിദ്ധാന്തം തീരുമാനിക്കുക, അടവ് നയം ഉപയോഗിക്കുക, വർഗീയ കക്ഷികളുമായിട്ടുള്ള ബാന്ധവം ഒഴിവാക്കുക. ഈ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ പോകാനാണ് സാധ്യത. ഓക്കെ, ശ്രീ പി വി അൻവർ, ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് ചീഫായിട്ട് റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. MR അജിത് കുമാറിനെയൊക്കെ ഇൻചാർജ് DGP ആക്കാൻ വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു സർക്കാർ. പക്ഷേ അതൊക്കെ നടക്കില്ല എന്ന നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റവാഡ ചന്ദ്രശേഖർ, സർക്കാരിന് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ പോലീസ് ചീഫായിട്ട് നിയമിച്ചത്. ഇന്നിപ്പോൾ ചുമതല വരിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സംസ്ഥാന പോലീസ് ചീഫും സർക്കാരുമായിട്ടുള്ള ബന്ധമൊക്കെ നന്നായിട്ട് പോകുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? കാരണം ഇന്നലെ തന്നെ P ജയരാജൻ ഒരു ചെറിയ വെടി പൊട്ടിച്ചു കഴിഞ്ഞു. അല്ല, അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെയല്ല. ഇവിടെ ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ വന്നു, അത് നിയമപരമായിട്ട് UPSC എടുത്ത നിലപാട് നിരന്തരമായിട്ട് ഈ അജിത് കുമാറിനെ DGP ആയി കൊണ്ടുവരാനുള്ള സർക്കാർ മുഖ്യമന്ത്രി നടത്തിയ ശ്രമമൊക്കെ നമുക്കറിയാം. നിരന്തരമായി അതിനെതിരെ പോരാട്ടം നടത്തി, എത്രയോ കത്തുകൾ UPSCക്ക് അയച്ചു, കുറേ തെളിവുകൾ അയച്ചു, മെയിൽ കൊടുത്തു. ഈ നിയമവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന തരത്തിലൊരു നിയമനം വന്നില്ലെങ്കിൽ അതിന് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സൂചിപ്പിക്കുന്ന കത്തുകൾ അയക്കേണ്ടി വന്നു. അങ്ങനെയുള്ള അവസാനം അദ്ദേഹം തട്ടിപ്പോകുന്നത്. പിന്നെ ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ വന്നാലും നിതിൻ അഗർവാൾ വന്നാലും ആര് വന്നാലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയും P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയും ആയിരിക്കുന്നിടത്തോളം കാലം ഈ പറയുന്ന ADGP അജിത് കുമാർ തന്നെയാണ് പോലീസിലെ കാര്യങ്ങൾ ഇപ്പോഴും തീരുമാനിക്കുന്നത്. അപ്പം അദ്ദേഹം ഒരു സൂപ്പർ DGP ആയിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് ജയിലിലടക്കേണ്ട സമയം കഴിഞ്ഞു. അത്രയും തെളിവുകളാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഞാൻ കൊടുത്തത്. ഒരാരോപണം പോലും ഈ പറയുന്ന പോലീസ് മുഖവിലക്കെടുക്കാതെയാണ് അദ്ദേഹത്തിന് ക്ലീൻ ഷീറ്റ് കൊടുത്തത്. ഇപ്പോൾ തന്നെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലെ പിരിഞ്ഞ DGP കൊടുത്ത റിപ്പോർട്ട് അദ്ദേഹം കുറ്റക്കാരനാണ് തൃശ്ശൂർ പൂരം കലക്കലെന്നാണ്. അപ്പം പരാതിക്കാരനായ എനിക്ക് ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ റിപ്പോർട്ടിൻ്റെ കോപ്പി തന്നിട്ടില്ല. ആ കോപ്പി കിട്ടിയെങ്കിലേ എനിക്ക് ഹൈക്കോടതിയിൽ ആ റിപ്പോർട്ടിന് ചോദ്യം ചെയ്ത് പോകാൻ സാധിക്കുള്ളൂ. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് കോപ്പി. ഇനിയിപ്പോൾ ആ കോപ്പി കിട്ടാൻ റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുക്കേണ്ട ഗതികേടാണ്. അപ്പം കേരളത്തിലെ പോലീസിലെ ഇപ്പോഴും ഞാൻ ഈ പറയുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനൽ സംഘത്തെ കേരളത്തിലെ പോലീസിലേക്ക് കൊണ്ടുവന്ന് അത് ഇപ്പോഴും ഒരു അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ എല്ലാ ഓപ്പറേഷനും നടത്തിക്കൊണ്ടിരിക്കുന്നത് അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ്. അത് റവാഡ ചന്ദ്രശേഖറിൻ്റെ വരവോടുകൂടി അദ്ദേഹം DGP ഇതിനു മുമ്പ് ഒരു DGP ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ഇന്നലെ പിരിഞ്ഞത് നർവസ് സാബ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? അത്ര തന്നെ ഇദ്ദേഹത്തിനും കഴിയുമോ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി ആവുന്നിടത്തോളം കാലം കേരളത്തിൻ്റെ പോലീസിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്കോ കേരളത്തിലെ പോലീസ് സേനക്കോ നീതി കിട്ടും എന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ പി വി അൻവർ, മറ്റൊരു വിഷയം ഇപ്പം ഇന്നലെ അങ്ങ് തന്നെ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമാണ് ഈ സർക്കാർ ആശുപത്രികളിലെ കുറച്ച് ഇപ്പോൾ നിലനിൽക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ മെഡിക്കൽ കോളേജിലാവട്ടെ ഒരു മേധാവിക്ക് വന്ന് തുറന്നു പറയേണ്ട അവിടുത്തെ ദുരവസ്ഥകളെക്കുറിച്ച് തുറന്നു പറയേണ്ട ഒരു അവസ്ഥ വന്നു. കുറച്ച് മുൻപ് ഇപ്പോൾ നമ്മൾ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു. ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അവിടെ NOC പോലും ഇല്ലാതെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ. നമ്മുടെ ആതുരാലയങ്ങൾ അത് സാധാരണക്കാർക്ക് മാതൃക അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സർക്കാർ ആശുപത്രികളൊക്കെ ഇപ്പോൾ വല്ലാത്തൊരു ശോചനീയമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അല്ല, അത് ആശുപത്രിയുടെ കാര്യം ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഗതി കെട്ടിട്ട് പാവം പുറത്ത് പറയേണ്ടി വന്നു. ഈ കാര്യങ്ങൾ മുഴുവൻ ഈ നാട്ടിലെ എല്ലാ അങ്ങാടികളിലും ഗ്രാമങ്ങളിലും വീടുകളിലും ചർച്ചയാണ്. എന്താണ് ഈ ആശുപത്രികളുടെ ശോചനീയാവസ്ഥ എന്ന്. ലക്ഷക്കണക്കിന് ആളുകൾ രോഗികളായിട്ടുള്ള നമ്മുടെ ആളുകൾ അതിൻ്റെ അനുഭവസ്ഥരാണ്. സർക്കാർ തിരിഞ്ഞു നോക്കാത്ത ഒരു മേഖലയായി ആശുപത്രി മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് അവകാശപ്പെട്ട അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഹോസ്പിറ്റലുകളുണ്ട്. ഈ പറയുന്ന ഒരു ഇൻഷുറൻസ് കാർഡുകളും ഒരു ആശുപത്രിയും ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ സർക്കാർ ആശുപത്രിയിൽ ഇങ്ങനെ ആളുകൾ വന്ന് തിക്കിത്തിരക്കുന്നത്. അവിടെ മരുന്നില്ല, സൂചിയില്ല, തുന്നിക്കെട്ടാൻ നൂലില്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ മറ്റു സാധനം. ഇതൊരു വസ്തുതയല്ലേ? പണം കൊടുക്കേണ്ടവർക്ക് പണം കൊടുക്കാന്നാൽ KMCL പോലെയുള്ള ഏജൻസികൾ എവിടെ നിന്നെടുത്ത് കൊടുക്കും?
അവർക്ക് കോടാനകോടി രൂപ കൊടുക്കാനാണ്. അപ്പം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പൊതുവായി ബാധിക്കുന്ന ഈ ഒരു മോറൽ ഇഷ്യൂയെ മുൻഗണന നൽകേണ്ട ഗവൺമെൻറ് മരുമകൻ്റെ 2 വകുപ്പ് PWD ടൂറിസം എത്ര കോടി ബില്ല് കൊടുത്താലും അപ്പം കിട്ടും. അപ്പം അതൊരു വലിയ കച്ചവടമാണ്. ഇപ്പം ഇതിൽ തന്നെ ഈ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ KMCL ഉൾപ്പെടെയുള്ള KMCL എവിടെ നിന്നാണ് സാധനം കിട്ടുക? കമ്പനികളിൽ നിന്നാണ് കിട്ടുക. KMCL ആയിട്ട് അതൊരു ഏജൻസി മാത്രമാണ് സ്റ്റേറ്റിൻ്റെ. പക്ഷെ അവർ ഈ സാധനം വാങ്ങുന്ന ഇതിൻ്റെ കോർപ്പറേറ്റ് കമ്പനികൾ, ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, അവർക്കാണ് ഈ പൈസ കൊടുക്കാനുള്ളത്. അവർ പൈസ കിട്ടാത്തത് കൊണ്ട് അവരിപ്പോൾ 100 രൂപയുടെ ഒരു പാരാസെറ്റമോൾ 200 രൂപ ഇട്ടിട്ടാണ് സർക്കാരിന് കൊടുക്കുന്നത്. കാരണം 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പണം കിട്ടും എന്നതാണ്. അപ്പോൾ അതിന് വഴിയൊരുക്കി കൊടുക്കുകയാണ്. അതിൽ ആ എക്സീഡ് ചെയ്യുന്ന പ്രൈസിൽ അതിന് വേറൊരു കമ്മീഷൻ പോകുന്നു. അങ്ങനെ മൊത്തം സാമ്പത്തിക തിരിമറിയും അടിച്ചുമാറ്റലും കമ്മീഷനുമല്ലാതെ ഈ കേരളത്തിലെ സാധാരണക്കാരുടെ ജനങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂവിനെ ഡയറക്റ്റായി അഡ്രസ്സ് ഈ ഗവൺമെൻറ് ചെയ്യുന്നില്ല. നമ്പർ 1. നമ്പർ 2, ഇതിൻ്റെ മറ്റൊരു വിഷയം, ഈ പറയുന്ന വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി ഉൾപ്പെടെ പല മന്ത്രിമാർക്കും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കാര്യക്ഷമമായി ഇടപെടാനോ അവരുടെ കാര്യങ്ങൾ പറയാനോ ഒന്നും ഒരു അധികാരവും ഇല്ല. എല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിമാരുണ്ട്, മന്ത്രിമാർ. ആ പൊളിറ്റിക്കൽ സെക്രട്ടറിമാരുടെ ഡയറക്റ്റായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് P ശശിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആ P ശശിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന, മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ആ ഫയലുകളിൽ ഒപ്പിട്ട് കൊടുക്കുക എന്നതല്ലാതെ ഈ ആരോഗ്യ മേഖലയിൽ വീണ ജോർജിനെയൊക്കെ ഒന്ന് ഫ്രീ ആക്കി വിട്ടു നോക്കുക. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പരിപൂർണമായിട്ടും ഉദ്യോഗസ്ഥ ഭരണം, ആ ഉദ്യോഗസ്ഥ ഭരണം എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന ശശിയുടെ മേധാവിത്വത്തിലുള്ള ഭരണം. ഇതാണ് കേരളത്തിൽ സംഭവിച്ചത്. ഇതാണ് ഞാൻ 9 മാസം മുമ്പ് പറഞ്ഞ് പുറത്തിറങ്ങിയത്. പോലീസിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ആകെ ഉദ്യോഗസ്ഥ ഭരണമാണ്. അതുകൊണ്ടാണ് സാധാരണ ജനങ്ങൾക്ക്, പൊതുപ്രവർത്തകർക്ക് നീതി ലഭിക്കാത്തതെന്ന് പറഞ്ഞു. അതിങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോന്നായിട്ട് പൂർത്തിയാവുകയാണ്. യെസ്, വളരെയധികം നന്ദി ശ്രീ PV അൻവർ, ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. അങ്ങക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ. ഓ താങ്ക് യു. ഓക്കെ.